എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരാളെ പറ്റിച്ചോ, അല്ലെങ്കിൽ അയാളെ ചതിച്ചോ ഒക്കെ കാശുണ്ടാക്കി കഴിഞ്ഞാൽ, ആ കാശ് വെച്ച് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ 2-3 ദിവസം മുൻപ് സജന ഫിറോസിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സജന സജനയുടെ വണ്ടിക്കകത്തിരുന്ന് മീഡിയക്കാർക്ക് കൊടുക്കുന്ന ഒരു ബൈറ്റ്. ആ വീഡിയോ കണ്ട സമയത്ത് പ്രത്യേകിച്ചും തോന്നിയില്ല. പക്ഷേ 2 വീഡിയോ കണ്ടു. 2 വീഡിയോയുടെയും കമന്റ് ബോക്സിൽ പർട്ടിക്കുലർ കമന്റ് കണ്ടു. ഒരു വ്യക്തിയുടെ തന്നെ കമന്റ് കണ്ടു. ഈ കമന്റ് കണ്ടപ്പോഴും ഒരു കമന്റ് അല്ലേ എന്ന് വിചാരിച്ച് ഞാനത് വിട്ടു. ഇന്നലെ ബിച്ചുവിന്റെ ചാനലിൽ ബിച്ചു സ്റ്റോക്കിൽ ഒരു വീഡിയോ വന്നു. സജന ഉപയോഗിക്കുന്ന കാറ് ഈ കമന്റ് ഇട്ട ആളുടെ കാറാണ്. അയാൾ കൊടുത്തതാണ്. അയാളൊരു കാർ ഷോറൂം നടത്തുന്ന ഒരാളാണ്. അയാൾ കൊടുത്തതാണ്. അയാൾക്ക് ഇപ്പോഴും കാശ് കൊടുക്കാനുണ്ട്. അതിലുപരി ആ മനുഷ്യൻ ഈ കാർ കൊടുത്തതിൻ്റെ പേരിൽ 8 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ഇത് മുൻപ് കേട്ടൊരു കഥയായിരുന്നു. പക്ഷെ അതൊന്നും സത്യമായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചു. കാരണം സജനെ പോലത്തെ ഒരാൾ, അതിനിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അത്യാവശ്യം പ്രബലരായതുകൊണ്ട് തന്നെ പൈസയുടെ ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. ഈ വിവരങ്ങൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. അങ്ങനെ ബിച്ചുവിൻ്റെ ചാനലിൽ വന്ന ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. നമുക്ക് എന്തായാലും സജനയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് സജന വീഡിയോയിൽ പറയുന്നത്? കാറിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനൊക്കെ ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഷാ അല്ലാ, മാഷാ അല്ലാ, ഒരാളെ പറ്റിച്ചുണ്ടാക്കിയ കാറല്ലേ, അയാൾക്ക് ആ കാശ് തിരിച്ചു കൊടുത്തൂടെ? ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ അത് സെഡാനായിരിക്കും എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പറ്റുന്നു ഇതിനൊക്കെ? പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ നോക്കിയിട്ട് നമ്മളെ കളിയാക്കുന്നൊരവസ്ഥ. കാരണം മറ്റൊരാളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് പറ്റിയിട്ട് അത് വെച്ച് ജീവിക്കുക അപാര തൊലിക്കെട്ടി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എന്തായാലും സജനയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എത്ര വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചു? ഞാൻ റീസെൻ്റിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ സിസ്റ്ററൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നു. അപ്പം എനിക്ക് ആഗ്രഹമായിരുന്നു, അയ്യോ ഞാനെന്താ ഇത്രയും പെട്ടെന്ന് പഠിക്കാത്തതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടൊക്കെ ഓടിക്കുന്നു. ഏത് വണ്ടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം കുഞ്ഞിലെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് സഡാൻ മോഡലും ഇഷ്ടമാണ്, SUV മോഡലും ഇഷ്ടമാണ്. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാ, നെക്സ്റ്റ് ഏതാണ് ഇനി എടുക്കാൻ പോകുന്നത്? എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW തന്നെ ബ്രാൻഡ്. നെക്സ്റ്റ് സഡാനിൽ ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാഷാ അല്ലാ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ആ മോഡലെങ്കിലും ആരെയും പറ്റിക്കാതെ എടുക്കാൻ പറ്റട്ടെ. മറ്റൊരാളുടെ കാശ് വെച്ചിട്ട് ഏകദേശം 8 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ഈ വണ്ടിയുടെ വില. സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. അതിൽ 1 ലക്ഷം രൂപ, 1 ലക്ഷത്തിന് മേളിൽ എമൗണ്ട് ഇപ്പോഴും കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. അത് കൊടുത്തതിന് ശേഷം അതിലുപരി ഇവരുടെ പേരിലല്ല RC ബുക്കെന്നും കേൾക്കുന്നു. RC ഓണർ ഇവരല്ലെന്നും കേൾക്കുന്നു. നമുക്കെന്തായാലും ആ കമൻ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഈ പറയുന്ന അൻവർ എന്നാണ് ആളുടെ പേര്. അൻവർ PM കാസ്, ഇതാണ് ആ ആളുടെ പേര്. ആളുടെ പ്രൊഫൈലാണിത്, ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ്. അൻവർ PM കാസ് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ പരിപാടികൾ ചെയ്യുന്ന ഒരാളാണ്, കാറിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ആളുടെ കമൻറ്റ് ഇതാണ്: വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിൻ്റെ ഫുൾ ക്യാഷ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടുമില്ല. RC ചെക്ക് ചെയ്താൽ മനസ്സിലാവും വാഹനം അവരുടെ പേരിലല്ല എന്ന്. ആ വാഹനം സന്തോഷത്തോടു കൂടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ക്യാഷ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഓടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ശാപമുള്ള വാഹനമാണിത്. ശപിക്കുകയാണ്. എനിക്ക് ക്യാഷ് തരാതെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണിത്. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണിത്. അതിന് മുഴുവൻ പണം തന്നിട്ട് ഇങ്ങനെ സംസാരിക്കൂ എന്നുള്ള ലെവലിലുള്ള മെസ്സേജാണ്, കമൻറ്റാണ്. ഇതിനകത്ത് ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ഒരു മനുഷ്യൻ്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും ആ മനുഷ്യൻ ആ കമൻറ്റ് ഇട്ടത്. ഇവർക്കൊക്കെ ഫുൾ ക്യാഷ് വാങ്ങാതെ തന്നെ വണ്ടി കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇമേജ്, സെലിബ്രിറ്റി ഇമേജ്. ബിഗ് ബോസിൽ പോയ ഒരാളാണ്, സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ വ്യക്തി ഈ കാർ ഫുൾ ക്യാഷ് തന്നില്ലെങ്കിലും കൊടുത്തത്. പക്ഷേ RC പേര് മാറിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം, ഈ വണ്ടി മോഷണം പോയെന്നോ ഒക്കെ പറഞ്ഞ് കേസ് കൊടുക്കാം. പക്ഷെ അതിലുപരി ഇവിടെ എന്താ സംഭവിച്ചത്? അയാളുടെ പേരിൽ കേസ് കൊടുത്തു. എന്തിന്? ഇവരുടെ ഗോൾഡ് ഈ കാറിനകത്ത് വെച്ച് അയാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പേരിൽ അയാൾ 8 ദിവസത്തോളം ജയിലിൽ കിടന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യനെ എത്രമാത്രം ദ്രോഹിക്കാൻ പറ്റുമോ അത്രമാത്രം ദ്രോഹിച്ചുകൊണ്ടാണ് ഈ വ്യക്തി ഈ കാർ ഓടിച്ച് നടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നതെന്ന് ഓർക്കണം. ഇൻഫ്ലുവൻസും കാശൊക്കെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും നടക്കും, ആരെയും വരുതിലാക്കാം എന്നതിനുള്ള ഉദാഹരണമാണ് ഇതൊക്കെ. നമുക്ക് ഈ അൻവർ തന്നെ ബിച്ചുവിനോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. ബിച്ചുവിൻ്റെ ചാനലിൽ വന്ന ഓഡിയോ ആണ്, അത് നമുക്ക് കേട്ട് നോക്കാം. അൻവർ അല്ലേ? ബ്രോ നമസ്കാരം, എൻ്റെ പേര് ബിച്ചു എന്നാണേ. ഞാനേ മറ്റേ നിങ്ങളല്ലേ മറ്റേ സജ്ന പുള്ളിക്കാരിക്ക് ഒരു BMW സെയിൽ ചെയ്ത് നിങ്ങളൊരു കമന്റ് കണ്ട. ഞാനൊരു യൂട്യൂബറാണേ. ഈ കോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടേ. അപ്പം എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നിങ്ങൾക്ക് അതിനകത്ത് പറയുന്നുള്ളൂ കേസ്. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടായിരുന്നേ, കായിസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ. അപ്പം നിങ്ങൾക്ക് കേസ്, അതായത് കാറ് ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുപോയപ്പോഴത്തെ അതിനകത്ത് സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കേസ് നിങ്ങൾ അതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടിലായെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു വോയിസ് കിട്ടിയത്, റസൂൽ പൂക്കുറ്റി സംസാരിക്കുന്ന ഒരു വോയിസ്.
ആ വോയിസിനകത്ത് നിങ്ങൾക്ക് സ്വർണം ഒരു കള്ളക്കേസ് ആക്കിയതാണത്, കേസ് ബലപ്പെടാൻ വേണ്ടിയിട്ട് സ്വർണം വെച്ചതാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അത് ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഞാനത് പുറത്ത് വിടുക. മേ ബി അത് നിങ്ങൾക്ക് ഇച്ചിരി നല്ലതായിരിക്കും ആ സാധനം. എനിക്ക് ഇത് നിങ്ങളുടെ ഈ സംഭവം എന്തായിരുന്നു ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ എന്താണെന്നുള്ളത്? നിങ്ങൾ ജയിലിൽ സ്റ്റേഷനിൽ എത്ര കിടന്നുണ്ട്? 8 ദിവസം കിടന്നു. അതിന് 65,000 രൂപ വക്കീല് കൊടുത്തുകൊണ്ട് 8 ദിവസം കൊണ്ട് ഇറങ്ങി. 65,000 രൂപ കോടതിയിൽ കെട്ടുവെച്ചതുകൊണ്ട് 8 ദിവസം ഇറങ്ങാൻ പറ്റി. പൈസ ഇല്ലാത്തവരായിരുന്നെങ്കിലോ ആ പൈസ അടയ്ക്കുന്നവരെയും അവിടെ തന്നെ കിടക്കേണ്ടി വരും. ഒരു സാധു മനുഷ്യൻ. ശരിക്കും അയാളുടെയൊക്കെ ശാപമായിരിക്കാം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെയൊക്കെ മനസ്സ് വേദനിച്ചതിൻ്റെ ഒരു ഫലമായിരിക്കാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാരും തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ആരെയാണോ അനാവശ്യമായിട്ട് ക്രൂശിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, അതിൻ്റെ ശാപം അവരുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. ഒരാൾ തെറ്റ് ചെയ്യാതെ നമ്മൾ അവരെ വിമർശിക്കുകയാണ്, ഒരാൾ തെറ്റ് ചെയ്യാതെ നമ്മൾ അവരെ ക്രൂശിക്കുകയാണ്, ഒരാൾ തെറ്റ് ചെയ്യാതെ നമ്മൾ അവരെ വാരിയിട്ട് അലക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്യാതെയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഫലം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരു സംശയം വേണ്ട. അവിടെയാണ് കർമ്മ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർക്ക് വണ്ടി കൊടുത്തു എന്നൊരു തെറ്റല്ലാതെ വേറൊരു തെറ്റും ഇയാൾ ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ അയാൾ അനുഭവിച്ചത് 8 ദിവസത്തെ ജയിൽവാസവും 65,000 രൂപയും. നമുക്കൊക്കെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും? ഇനി അതിലുപരി അയാളുടെ കുടുംബക്കാരുടെ ഇടയിൽ, അയാളുടെ നാട്ടുകാരുടെ ഇടയിൽ അയാൾ അനുഭവിച്ച നാണക്കേട്. പോലീസ് കൊണ്ടുപോകുമ്പോഴേക്കും എന്തായാലും കുടുംബക്കാരറിയുമല്ലോ, നാട്ടുകാരറിയുമല്ലോ, അയാൾ അറിയുന്ന ആൾക്കാരെല്ലാവരും അറിയുമല്ലോ. അവർക്കിടയിൽ അയാൾ അനുഭവിച്ച നാണക്കേട്. ഇതിനൊക്കെ കാരണക്കാരാണ് ഈ ഒരു വ്യക്തി. ബാക്കിയൂടെ കേൾക്കാം. ദിവസം കടന്നില്ല ഈ ഒരു കാര്യത്തിന്. ഓക്കെ. 8 ദിവസം കിടന്നു. മാത്രമല്ല എന്റെ കൂടെ എന്റെ ഡ്രൈവറായിട്ട് പോകുന്നതിന് എന്റെ ഒരു റിലേറ്റീവ് ആണ്. ആളെ വിസ ക്യാൻസലായി. സൗദി പോണ ആളാണ് ആള്. ആളെ വിസ ക്യാൻസലായി. ആളെ പ്രതി ചേർത്തില്ലേ? ആളെ വിസ പോയി, ആളെ പണിയും പോയി. ആടെ 50,000 രൂപ ശമ്പളമുള്ള ഒരു പണി ഉണ്ടായിരുന്നു. ആ വിസയും ക്യാൻസലായി. ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ എന്റെ ജീവൻ എന്താ നിങ്ങളുടെ വായനോടെ കേട്ടിട്ട് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. കണ്ണിച്ചോരില്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് ഞെളിഞ്ഞു നടക്കാൻ നാണമുണ്ടോ? ഇതേ ചോദിക്കാനുള്ളൂ. എന്നിട്ട് ആ വണ്ടിക്കകത്ത് കയറിയിട്ട് ഞെളിഞ്ഞെന്ന് പറയുവാണ്, ഇതെൻ്റെ ഫസ്റ്റ് വണ്ടിയാണ്, മാഷാള്ള അതിനും ദൈവത്തെ കൂട്ടുപിടിക്കുന്നു. ആ ദൈവം കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദൈവം കൂടെ നിൽക്കില്ല. ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ദൈവം കൂടെ നിൽക്കില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കർമ്മ തിരിച്ചടിക്കുന്നത്. നിങ്ങൾ ചെയ്തതിൻ്റെ ഫലങ്ങളാണ് നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സൊസൈറ്റിയുടെ മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കലും ആരോടും ചെയ്യാൻ പാടില്ല. പല ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ കാശ് വെച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, ഈ കടം മേടിച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാർ. കൂട്ടുകാരൻ്റെയെന്നോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയെന്നോ കടം മേടിക്കും, ഇന്ന അവധിക്ക് തരാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കും. പക്ഷേ ആ വ്യക്തിക്ക് ഒരു ആവശ്യം വരുമ്പോൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അവൻ തെറ്റുകാരനായി. അവൻ്റെ പൈസ തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ നാണം കെടുത്തും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊക്കെ ആണെങ്കിൽ 1 രൂപ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ടെൻഷനാണ്. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ആ വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ ഒരു ലേശമെങ്കിലും ഒരു മനസാക്ഷി കുത്തു തോന്നില്ലേ? ആ വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ അയാളുടെ പൈസ കൊടുക്കണമെന്ന്. പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോകണമെന്ന് പറയുന്നു ആ വീഡിയോയ്ക്കകത്ത്. അതിൽ നിന്ന് 1 ലക്ഷം രൂപ, പാർലർ ഒരു മാസം ലേറ്റ് ആയാലും കുഴപ്പമില്ല, 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്ക്, അയാളുടെ കൊടുക്കാനുള്ള കടം തീർക്ക്. അതല്ലേ അന്തസ്? അല്ലാതെ ആ വണ്ടിക്കകത്ത് കാല് വയ്ക്കുമ്പോൾ കാല് പൊള്ളുന്നില്ലേ? ഉള്ളിലൊരു കുത്ത് തോന്നുന്നില്ലേ? ഇനി അയാളെ പെടുത്തിയത് പോട്ടെ, വേറൊരു സാധു അയാൾക്ക് പുറത്തേക്ക് പോകാൻ നിന്ന സമയത്തായിരുന്നു ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ടത്. അയാളുടെ ജോലിയും പോയി, വിസയും പോയി, എല്ലാം പോയി. എത്ര പേരുടെ ജീവിതമാണ് ഈ ഒരു വ്യക്തി കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിനകത്ത് നമ്മുടെ പൂക്കിമോനാണല്ലോ മെയിൻ കഥാപാത്രം. ഈ മനുഷ്യനൊക്കെ അവാർഡ് കൊടുത്തവരാണെന്ന് പറയാൻ. സംഗീതത്തിൽ മാത്രമല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള വേറെ പല കാര്യങ്ങളിലും ഉണ്ട്. ഈ ഒരു കേസിൽ ആളുടെ പങ്ക് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ബിച്ചുവിൻ്റെ ചാനലിൽ ബിച്ചു പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഓഡിയോ കൂടി കേൾക്കാം. എന്താണ് ആ പരിപാടി? എന്റെ അഡ്വക്കേറ്റും കൂടെ അത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും. പിന്നെ റസൂലിക്കയുടെ മുമ്പിൽ ഇങ്ങനെ ഇവിടെ വേറെ സ്റ്റേഷൻമാർ പറഞ്ഞ ഇത്ര ശ്രദ്ധിച്ചു. ഞാൻ റസൂലിക്കേന്റെ പൈസ മേടിച്ചിട്ടുണ്ടോ? അവിടെ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതിനകത്ത് ആ സ്റ്റേറ്റ്മെന്റിൽ എന്നോടുള്ള വോയിസിന് എന്നോട് രാഷ്ട്രീയ വിളിച്ച് പറഞ്ഞല്ലോ, ഞാൻ റസൂലിക്കെടുത്തുന്നത് ക്യാഷ് മേടിച്ചിട്ടുണ്ടെന്ന്. ഇത് സംസാരിക്കുന്നത് സജനയുടെ തന്നെ സുഹൃത്തായ ആൻമേരിയാണ്. അപ്പോൾ ഇവരും പൂക്കിമോനും ഇപ്പുറത്ത് ദിയാസനയും കൂടിയാണ് സംസാരിക്കുന്നത്. ഇവരുടെ ഒരു കോൺവെർസേഷനാണ് ഈ ബിച്ചുവിൻ്റെ ചാനലിൽ വന്നത്. ഇതിനകത്ത് ക്ലിയറോടെ പറയുന്നുണ്ട്, പൂക്കിമോൻ പറയുന്നുണ്ട് അത് കേസിന് ബലക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന്. ഏതാ? സ്വർണം കാണാനില്ല, ഈ മനുഷ്യൻ എടുത്തു എന്നുള്ളത്. അതിനകത്ത് 2 പേരുടെ ജീവിതമാണ് ഇല്ലാണ്ടായത്. ബാക്കിയേക്കാം. ഞാൻ അനാവശ്യം പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒറ്റ പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് നിർത്താം. വേറൊന്നല്ല, റസൂലിക്കയ്ക്ക് ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. റസൂലിക്കയ്ക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്നു വെച്ചാൽ, ഞാന് പറയുന്ന കാര്യങ്ങൾ ഇവളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് സ്പീക്കറിൽ കേൾപ്പിച്ചു.
സത്യം പറഞ്ഞാൽ ഇക്കോടുള്ളത് ട്രസ്റ്റ് പോയതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അന്നേ പറഞ്ഞിട്ട് ഇക്കാനെ ഞാൻ രക്ഷിച്ചേനെ. ഇക്കയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സ്നേഹം കാണിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അത് കൃഷ്ണാന്റി എന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇക്ക അവളോട് പറയും. അത് വേറെ രീതിയിലായിരിക്കും അവതരിപ്പിക്കുന്നത്, പക്ഷെ അവള് ഞങ്ങൾ ആ രീതിയിൽ പറഞ്ഞ് ഞങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇക്കയുടെ അടുത്ത് ഈ ഗർഭത്തിന്റെ കാര്യം പോലും പറയാണ്ടിരുന്നത്. കാരണം എന്താണെന്നറിയോ, ഇക്ക അപ്പം തന്നെ അവളുടെ അടുത്ത് പറയും അവൾ ഇച്ചിരി സ്നേഹം. ഇപ്പോഴും ഇക്കൊക്കെ അറിയുന്ന എന്നാണെന്നറിയോ, എനിക്ക് കേട്ടത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. അല്ല വേറൊരു കാര്യം, സത്യസന്ധമായി നിങ്ങൾ രണ്ടുപേരും കൂടെ ഗ്യാങ്ങിപ്പായിട്ട് ചെയ്തു. അല്ലല്ല ഒരിക്കലും ഇല്ല. ഇക്ക എന്നോട് എന്താണ് ഗ്യാങ്ങപ്പായിട്ട് ചെയ്തു എന്നുള്ളത് ഒന്ന് പറഞ്ഞേ. ഒരു മിനിറ്റ്, എന്താ ഗ്യാങ്ങപ്പായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ പറയട്ടെ, ഒരു മിനിറ്റ് അന്നമ്മ കാര്യം പറയട്ടെ, അതെന്താണെന്ന്. അത് ഞാൻ പറയാം. ഇക്കയെ കൂടെ ഞാൻ പറയാം. അത് ഞാൻ പറയാം. എടി ഞാന് എന്താ പറയാ, രണ്ടാമത് ഫോഴ്സ്ഫുള്ളി ഇക്കാനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ഗർഭം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാനാണെന്ന് ഇക്കയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. എടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ഗർഭം ഉണ്ടാക്കാൻ എന്തൊരു കഷ്ടം നോക്കണേ. മനുഷ്യനെ പെടുത്തുന്ന രീതികളാണ്, ഓരോ മനുഷ്യരെയും പെടുത്തുന്ന രീതികളാണ്. എന്നിട്ട് വന്നിരുന്ന ചരിത്ര പ്രസംഗമാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ചിട്ട്. ബാക്കി പറ. രഹസ്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ അവളോട് പോലും പറഞ്ഞിട്ടില്ല. ബിയോട് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ട് മുമ്പില്. ഇക്കനോട് പറഞ്ഞാൽ ഇവിടെ ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക അന്നമാന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇക്കോട് എന്താ പറഞ്ഞേ, ഒഴിഞ്ഞു മാറാനല്ലേ പറഞ്ഞത്? ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് സംസാരിച്ചു, എന്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു, ഇന്നലെ കൊണ്ട് തീർന്നു. ഇത് എനിക്കിനി അതിനകത്തൊരു ബാഡ് ബ്ലഡ് വേണ്ട. നമ്മൾ എന്തിനാ ആൾക്കാർ ഉപദ്രവിക്കും? നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു മൊമെന്റിന്റെ ഒരു ഡിപ്രഷൻ നമ്മളങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ കുറെ നല്ല ടൈം സ്പെൻഡ് ചെയ്ത ആളാണ്. ഈ നല്ല വെള്ള ചമയെന്ന് പോക്കിമോൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? നേരത്തെ ഞാൻ പറഞ്ഞ ആ ഗോൾഡ് കേസ് ആ പാവത്തിന് തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്തു. അതിൽ അവർ ഇൻഫ്ലുവൻസറായിട്ട് അയാളുടെ പേരിൽ കേസെടുത്തു. അങ്ങനെയാണ് അയാൾ ജയിലിൽ പോകുന്നത്, 8 ദിവസം ജയിലിൽ കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല വെള്ള ചമയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. ഒരു സംശയവും വേണ്ട, അത് എന്ത് തന്നെ ആയിക്കോട്ടെ. മറ്റൊരാൾ തെറ്റ് ചെയ്യാതെ നമ്മൾ അവനെ ക്രൂശിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മ തിരിച്ചടിച്ചിരിക്കും. ബാക്കി എനിക്ക് ഇനി വേറൊരു സംഭവം പിന്നെ ഇവളും ഫിറോസും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഫിറോസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ മലപ്പുറത്ത് എന്താ പറയാ കാറുകാരൻ അവൻ എന്തൊക്കെയോ. ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, ആ കേസിലെ സാർ ആ കേസിനകത്ത്, മലപ്പുറത്തെ കേസിനകത്ത് ആ വിഷയത്തില് ഇവൾ 6 പവന്റെ സ്വർണം പോയി എന്ന് പറയണതിൽ സാറ് വിശ്വസിക്കുന്ന? അതൊരു കേസ്, ഒരു കൗണ്ടർ കേസും വിലക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ സാർ ഒരു കാര്യം കേട്ടല്ലോ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തപ്പോൾ 2 സാധുക്കളായിട്ടുള്ള ആൾക്കാരുടെ ജീവിതമാണ് നശിച്ചത്. അതിന് ഇയാൾക്ക് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയാനുള്ളത്? സജനയ്ക്കും പൂക്കിമോനും എന്താ പറയാനുള്ളത്? 2 പേരുടെ ജീവിതം നശിച്ചു, ഒരാളുടെ ജോലി പോയി, അയാളുടെ വിസ ക്യാൻസലായി. അപ്പോൾ എന്തൊക്കെ ക്രൂരതയാണ് ഇവർ മനുഷ്യരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ലാഭത്തിന് വേണ്ടി. അത് നല്ല കാര്യമാണോ? ഇതൊക്കെ നമ്മൾ പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ നമ്മളാരായി? അന്യൻ്റെ കുടുംബത്തിൽ കയറി ഇടപെട്ടു. ഇത് അന്യൻ്റെ കുടുംബകാര്യമല്ല, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന കാര്യമാണ്. 2 സാധു മനുഷ്യരുടെ ജീവിതത്തെ ബാധിച്ച കാര്യമാണ്. സംസാരിക്കണോ വേണ്ടയോ? ആലോചിച്ചോ, നിങ്ങൾ തന്നെ പറ. ഇത് സംസാരിക്കണോ? ഇത് പുറം ലോകം അറിയണോ വേണ്ടയോ? ഏത് മാധ്യമം ഇത് വാർത്തയാക്കും? ഏത് മെയിൻ സ്ട്രീം ചാനൽ എടുത്ത് സംസാരിക്കും? ആരും ചെയ്യില്ല. ബാക്കിയുണ്ട്, കേൾക്കാം. സാർ വിശ്വസിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നത് അറിയാം സാർ. പക്ഷെ സാർ വെറും 50,000 രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് നടത്തേണ്ട ഒരു കേസ് സാറിനറിയോ? ഒരു 50,000 രൂപ അയാൾ എത്ര മനുഷ്യരെടുത്താണ് അയാൾ ആ ഇമോഷൻ പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് അറിയാവോ സാർ? ഇവള് കാണിക്കണ കാട്ടായ തരത്തിന് സാറ് കൂടെ നിന്നിട്ട് താളം ചവിട്ടി ആ വണ്ടിയുടെ കേസിൽ. ഇല്ലെങ്കിൽ അത് ഇത്രയും ഡേഞ്ചർ ആകില്ല. എന്താ നിങ്ങൾക്ക് സംഭവിച്ചേ? നിങ്ങൾ പറയുന്നത് റോങ് ആണ്. ഇത് അന്നമ്മയ്ക്ക് അറിയാം. ഈ കാറ് കേസിൽ ഞാൻ ആക്ച്വലി ഇൻവോൾവ് ആയിട്ടില്ല. എന്നോട് പലപ്പോഴും വിളിച്ചു പറയുമ്പോഴും സഹായിക്കുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി സാറിന്റെ കേരളത്തിലുള്ള വക്കീലല്ലേ സാർ? സാറിന്റെ ഫ്രണ്ടിലെ വക്കീല്? അതെ, എന്റെ ഒരു ഫ്രണ്ടിന്റെ ലോ ഫാമും ഞാൻ പിന്നെ കേസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് കേസ് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ അപ്പോൾ ഇൻവോൾവ്മെന്റ് ഇല്ലേ? കേസ് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞാൽ ഇൻവോൾവ്മെന്റ് അല്ലേ? ആ ഒരു കോള് പോവാതിരുന്നെങ്കിൽ ആ കേസ് വേറെ ലെവലിലേക്ക് ചിലപ്പോൾ മാറുമായിരിക്കും. കാരണം ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് വിളിച്ച് പറയുന്നത് ആ കേസ് ഒന്ന് ഹാൻഡിൽ ചെയ്തേക്ക്,
എന്ന് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇൻവോൾവ്മെന്റ് ഇല്ലേ? അത് ഇൻവോൾവ്മെന്റ് അല്ലേ? എന്തൊക്കെയാണോ പറയുന്നത്? അല്ല, അതിനുണ്ട്. സാറ് പറഞ്ഞല്ലോ അന്നമ്മയാണ് കൂടെ നടന്നത്. അന്നമ്മയുടെ കോമ്പൗണ്ടിൽ നിന്ന് പോയപ്പോൾ ഉണ്ടായ അത് നമ്മൾ കംപ്ലൈന്റ് ഒരു മിനിറ്റ്, അവളുടെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു വണ്ടി പോയപ്പോ അവൾക്ക് ഇതിന്റെ ബാക്കി സ്റ്റോറി ഒന്നും അറിയത്തില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ വണ്ടി മാത്രമാണത്. അത് വണ്ടി പ്രശ്നമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, മനസ്സിലായില്ലേ? അത് ആ വണ്ടി പ്രശ്നം പറഞ്ഞപ്പോ എന്നെ ഒരുപാട് മലയും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ വണ്ടി പ്രശ്നത്തിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞോണ്ടിരുന്നത് നമുക്ക് സെറ്റിൽ ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, വണ്ടി പ്രശ്നത്തില് അന്നമ്മ എല്ലാത്തിനും ഇതാക്കല്ലേ? വണ്ടി പ്രശ്നത്തില് നിന്റെ ഫ്ലാറ്റിന്റെ താഴ്ന്ന് പോയ വണ്ടി പോയി എന്നുള്ളത് മാത്രമല്ലേ നിന്റെ കൺസേണിലുള്ളൂ. ബാക്കി അതിനകത്ത് മറ്റു കാര്യങ്ങളിലൊന്നും നിനക്ക് പങ്കില്ലല്ലോ. എനിക്കൊരു കാര്യത്തിനും പങ്കില്ല. അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് അത് നിന്റെ ഫ്ലാറ്റിന് പോയത്. കാരണം മറ്റു കാര്യങ്ങളുണ്ടല്ലോ, പലതരത്തില് പല സ്ഥലങ്ങളിൽ ആർഗ്യുമെന്റ് നടക്കുമ്പോഴത്തേക്ക് ഇത് റസൂൽ സാറിന്റെയും സജനയുടെയും പേരിൽ മാത്രം വരുന്ന സാഹചര്യത്തില് അതിനകത്ത് ഇൻവോൾവ് അല്ല അന്നമ്മ സാർ. അങ്ങനെ ഇൻവോൾവ് ആക്കരുത് മറ്റു കാര്യങ്ങളിലൊന്നും. അത് പോലീസുകാർക്ക് അറിയാലോടി. ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലോ, അൻവറിനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലോ. അന്നമ്മ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണ്ട ഞാനാണ് പറഞ്ഞത്. അതെ, അതൊക്കെ എന്നോട് പറഞ്ഞു. അന്നമ്മ കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കൊടുത്ത് നിർബന്ധിച്ചപ്പോഴും അതിൽ നിന്ന് രക്ഷിച്ചത് ഇക്കാണ്. ഞാൻ സമ്മതിക്കുന്നു. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് ഇവർ അന്വേഷണം ഇതായിട്ട് പോയപ്പോഴും ഞാൻ എന്നോട് വിളിച്ചപ്പോൾ സംസാരിക്കാൻ പറയും, ഇപ്പൊ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊന്ന് വിഡ്രോ ചെയ്തിട്ട് അന്നമ്മയാണ് ആക്ച്വലി DGP ആരാണ് DIG ആയിട്ട് വിളിച്ച് സംസാരിച്ചത്. ഒരു മിനിറ്റ്, അന്നമ്മ DIG പറഞ്ഞത് രണ്ട് പ്രാവശ്യമേ ഉള്ളൂ. അത് DIGക്കും അറിയാം, എനിക്കും അറിയാം. ഇനി അത് എനിക്ക് അങ്ങനെ പറയരുത്. അതാണ് ഞാൻ പറഞ്ഞത്. വണ്ടി പോയത് ഫ്ലാറ്റിന്റെ താഴെന്ന്. ഒരു മിനിറ്റ് അന്നമ്മ നിർത്ത്. വണ്ടി പോയത് ഫ്ലാറ്റിന്റെ താഴെന്ന് അത്രേ അന്നമ്മയ്ക്ക് അറിയുള്ളൂ. അത് അന്നമ്മയുടെ വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് അന്നമ്മ കൂട്ടി നിന്നിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ആ വണ്ടിയായിട്ടുള്ള ഓരോ ഇടപാടിനകത്തും അന്നമ്മ ഇല്ല. അവളെ പിടിച്ചിട്ട് ഇടരുത് സാർ. എനിക്ക് ഇത് വരവ് കണ്ടോണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. മനസ്സിലായോ? ഞങ്ങൾ അങ്ങനെ പറയില്ല. ഈ വണ്ടി പ്രശ്നത്തിൽ നിങ്ങൾ എന്നെ വലിച്ചെടുക്കല്ലേ. ഞാൻ ഒരല്പമെങ്കിലും അല്ല, ഞാൻ പറഞ്ഞത് വണ്ടി പ്രശ്നത്തിൽ അന്നമ്മേനെ വലിച്ചഴക്കരുതെന്നാണ്. വണ്ടി പ്രശ്നത്തിൽ അന്നമ്മേനെ ഞാനിപ്പോ കേട്ടിടത്തോളം എന്തോ സജിനയും അന്നമ്മയും കൂടെ ചെന്ന് എല്ലാം ചെയ്തു. അന്നമ്മ സജിനയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഈ സെറ്റപ്പായി പോകുന്നു ഈ വർത്താനം. സാർ, ഇതെല്ലാം നമ്മളൊക്കെ മനസ്സിലാക്കുന്ന മനുഷ്യരാണ്. ഞാൻ ഒരു കാര്യം പറയാം, സാറിന് എവിടെന്നെങ്കിലും രക്ഷപ്പെടണമെങ്കിലോ സാറിന് സേഫ് സോൺ ആവണമെന്നുണ്ടെങ്കിലോ സാർ ആയിക്കോളൂ. പക്ഷേ ഇതിനകത്ത് ഇവളുടെ ലൈഫിനെ, ഇവളുടെ ഫാമിലിയെ, ഇവളുടെ കുടുംബത്തിനെ, ഇവളുടെ മമ്മിക്ക് വയ്യാതായത്, ഹോസ്പിറ്റലൈസ് ആയത്, ഇതൊക്കെ കണ്ടോണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയില് ഒരുപാട് ആൺമരിക്ക് ബാധിച്ചിട്ടുണ്ട്. ഇനി ആൺമരിയുടെ വായ തുറക്കണ്ട. കേട്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്ന കാര്യങ്ങൾ. ഫ്ലാറ്റിൻ്റെ താഴെ നിന്ന് വണ്ടി കൊണ്ടുപോയെന്ന് പറയുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഈ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 6 പവൻ്റെ ഗോൾഡാണ് അയാൾ മോഷ്ടിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് അയാൾക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് അയാളെ ജയിലിലടച്ചത് 8 ദിവസം. ഒരു പാവപ്പെട്ടവനെ, അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ കാറൊക്കെ വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആ സമയത്ത് അയാൾക്ക് നാണക്കേടായി. പൈസ 65,000 രൂപ നഷ്ടപ്പെട്ടു. ഈ കാറിൻ്റെ എമൗണ്ട് വേറെ കിട്ടാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് 65,000 രൂപ അല്ലാതെ പോയത്. ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആളുടെ ജോലിയും, ആ ബന്ധുവിൻ്റെ ജോലിയും. ഇത്രയും ക്രൂരതകൾ കാണിച്ചിട്ടും ഇപ്പോഴും കയറി എന്ന് പറയുകയാണ്, എൻ്റെ ഫസ്റ്റ് കാർ ഞാൻ മറ്റേ അഭിമാനത്തോടെ ഇരിക്കുകയാണ്, മാഷാള്ള. അതിനും ദൈവത്തെ കൂട്ടുപിടിക്കുന്നു. ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ പരിപാടിയൊന്നും ഒപ്പിക്കില്ലല്ലോ. ഉളുപ്പ് ഉണ്ടെങ്കിൽ ആ പൈസ ആ പാവത്തിന് കൊടുക്കുക. അതാണ് മാന്യത, അതാണ് അന്തസ്. എന്നിട്ട് കയറി ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുക, ഞാൻ അടുത്ത സെഡാൻ മോഡൽ വണ്ടി എടുക്കാൻ പോകുന്നതൊക്കെ ഡയലോഗ് അടിക്കും. അതും ആരെയും പറ്റിക്കാതെ എടുക്കുവാണെങ്കിൽ നല്ലത്. എനിവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരം വിഷയങ്ങൾ പുറത്ത് വരേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇതുപോലുള്ള ആളുകൾ കാരണം ട്രാപ്പിലാവുന്ന കുറേ പാവങ്ങളുണ്ട്. ഞാൻ ഈ പോക്കിമോൻ്റെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ അത് വേണ്ട സാധനമാണ്. പക്ഷേ ഇപ്പുറത്ത് ആ കാറുകാരൻ, അയാളെപ്പോലുള്ള എത്രയോ സാധുക്കൾ ഇത്തരം ട്രാപ്പുകളിൽ പോയി പെട്ടുപോകാറുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാറുണ്ട്. അവർക്കെങ്കിലും നീതി കിട്ടണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.